ഞങ്ങളുടെ ടൂറിൻ്റെ മൂന്നാമത്തെ ദിവസം രാവിലെ 9:30 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 3500 മേൽ പഴക്കമുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ടൗൺഷിപ്പിൻ്റെ മുന്നിലാണ്. ഇത് ഹാരപ്പൻ സൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 1921 ഇത് ലോക പൈതൃക പട്ടികയിൽ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെ ഇവിടെ എക്സ്കവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നടന്നു നോക്കാം. ഏകദേശം 1 മണിക്കൂർ കാണാനുണ്ടാവും. വിര മ്യൂസിയം ഈ ബിൽഡിങ്ങിനുള്ളിലാണ്. ഹാരപ്പൻ സൈറ്റ് കാണാനായിട്ട് അങ്ങോട്ട് പോകണം. ആ മേളിലെ കുന്നുകളെ കിടക്കുന്ന സ്ഥലമാണ് ഹാരപ്പൻ സൈറ്റ്. 3500 വർഷത്തിന് മേളിലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ സമയത്ത് ഇവിടെ ജനങ്ങൾ അധിവസിച്ചിരുന്നു. അവിടെ നമ്മളെക്കാളും നല്ല സമ്പന്ന രീതി ജീവിച്ചിരുന്ന ആൾക്കാരായും തെളിയിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഹാരപ്പൻ സൈറ്റിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ പാകിസ്ഥാനിലാണ്. ഇന്ത്യയിൽ 1-2 സൈറ്റുകളുണ്ട്. അതിലേറ്റവും വലിയ സൈറ്റിലൊന്നാണ് ഇവിടുത്തെ ഹാരപ്പൻ സൈറ്റ്. ലോതലാണ് ഇപ്പോൾ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സൈറ്റ്. 250 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഹാരപ്പൻ സൈറ്റിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈഡ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ ഓരോരോ സൈറ്റായിട്ട് പുള്ളി കാണിച്ചു തരും. വർഷം പഴക്കമുള്ള, അതിന് മേളിൽ പഴക്കമുള്ള ഇഷ്ടികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നുണ്ട്. എക്സ്കവേറ്റ് ചെയ്ത് കിട്ടിയതായിരിക്കും, എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നതായിരിക്കും. അത് കനാലിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം സംരക്ഷിക്കുന്ന റിസർവോയറുകളൊന്നാണ് ഇത്. ഇതേപോലെ ഇതെല്ലാം റിസർവോയറാണ്. അപ്പുറത്ത് റിസർവോയറുണ്ട്. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ഇതാണ് സിറ്റാഡൽ. ഇവിടുത്തെ 3 പാർട്ടായിട്ടാണ് ഈ ഹാരപ്പൻ സിറ്റിയെ തിരിച്ചിരിക്കുന്നത്. ഈ പാർട്ടിന് സിറ്റാഡൽ എന്നാണ് പറയുന്നത്. सिटाडल है. सिटाडल में हाई क्लास लोग राजगढ़ बोलते हैं, केसल. इनका जो गेट है सामने वाला ईस्ट गेट है, इनके पीछे वेस्ट और इस साइड नॉर्थ. 3 गेट मिले हुए. सारे गेट हाँ. तो कभी भी यहाँ तक पानी आ जाएगा ना, सीधा गेट रखे सीधा पानी घुस जाएगा. इसलिए सारे गेट उन्होंने जिगजैग रखे हुए. जिगजैग एंट्री है, सीधी एंट्री नहीं है. पिरामिड टाइप है. पिरामिड से हमारा साइट पुराना है. इजिप्ट वालों ने हमारा आइडिया कॉपी किया, हमने इजिप्ट का नहीं. हाँ, ഈജിപ്തിനേക്കാളും പുരാണമാണിത്. ഈജിപ്തുകാർ നമ്മളെ കോപ്പി അടിച്ചെന്നാണ് പറയുന്നത്. 92 मीटर है. ഇത് പിരമിഡ് ഷേപ്പിലുള്ള നിർമ്മാണമാണ്. പാരലോഗ്രാം ഷേപ്പാണ് പിരമിഡ്. 140 140 नहीं ये सर. ओ द लेंथ एल बी 92 नॉट साउथ. ഇതിന്റെ ബേസ് ഒരു പാരലോഗ്രത്തിന്റെ ഷേപ്പിലാണെന്നാണ്. गिर गया ना, प्लस रहा होगा, इनकी प्लस रही होगी आगे. അന്നത്തെ ആൾക്കാരൊക്കെ ഫുട്ബോൾ കളിച്ചിരുന്ന സ്ഥലമാണിത്. സ്റ്റേഡിയമാണിത്. വരുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കും സ്റ്റേഡിയം എന്ന് പറയുന്നത്. അടുത്ത ഇനി മിഡിൽ ടൗണും ലോവർ ടൗണും ഉണ്ട്. അതായത് സിറ്റാഡൽ കഴിഞ്ഞ് മിഡിൽ ടൗൺ ലോവർ ടൗൺ ആണ് ഇനി കാണാൻ പോകുന്നത്. സിറ്റാഡലിലേക്കുള്ള നോർത്ത് ഗേറ്റ് എൻട്രിയാണ്. ഈ നോർത്ത് ഗേറ്റ് എൻട്രി ക്ലോസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ വെസ്റ്റ് ഗേറ്റ് ഉണ്ട്. വെസ്റ്റ് ഗേറ്റിലോട്ട് പോകാൻ പറ്റും. ഇവിടെ ഒരു 10 ലെറ്റർ വേർഡ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഇതുവരെ ഡീകോഡ് ചെയ്തിട്ടില്ല. ഞാൻ അടുത്ത വെസ്റ്റ് ഗേറ്റിലോട്ട് പോയാണ്. This was the place where the security guard used to stand. Security guards ഇരിക്കാനുള്ള പാറകളാണ്. Yes, വുഡ് ഗേറ്റ്.
लकड़ लगेंगे। तो आपके पूर्वज सब इधर खेती करते हाँ थे? खेती करते थे, खेती करते थे। लाइमस्टोन, लाइमस्टोन पत्थर देखो, ये लाइमस्टोन। ഈ സിറ്റാഡൽ ഇതെല്ലാം ലൈം സ്റ്റോൺസ് ആണ് ഈ പാറയെല്ലാം. മുത്തുകളും ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. സ്റ്റോൺ കട്ട് ചെയ്യുന്ന സാധനം സ്റ്റോൺ കട്ട് ചെയ്യുന്ന സ്ഥലമായിരുന്നു അത്. മഴയൊക്കെ കാണുന്നത് ഇവിടുന്ന് സീ റൂട്ട് വഴി ഇത് കൊണ്ട് വിദേശത്തേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് നമ്മളെ ഗൈഡ് പറയുന്നത്. സ്റ്റോൺ കട്ടിങ്. ാണ് അതിന് ബെയ്ലി എന്നാണ് അറിയപ്പെടുന്നത്. സിറ്റാഡലിന്റെ വെസ്റ്റേൺ ഡിവിഷൻ, ഈസ്റ്റേൺ ഡിവിഷന് കാസിൽ എന്നറിയപ്പെടും. ഈ മേളിൽ കാണിച്ചിരിക്കുന്ന ലെറ്റേഴ്സ് ഇതുവരെ ഡീകോഡ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അത് ഇവിടെ നിന്ന് കണ്ടെത്തിയതാണ്. तो जो हाई क्लास वाले जो लोग हैं, जो लोग सेवा दे रहे हैं, उनको रहने के लिए यहाँ पे था। ഇവിടുത്തെ കെട്ടിടത്തിന്റെ അവശിഷ്ടമാണ്. അതിന്റെ മിഡിൽ അത് തൂണ് നിന്ന സ്ഥലം ഇതാണ്. ഇതിരിക്കാനുള്ള സ്ഥലമാണ്. ഒരു കമ്മിക്കല്ലുണ്ടെന്നാണ് പറഞ്ഞത്. അത് നോക്കണം. എഞ്ചിനീയറിംഗിൽ അന്ന് പില്ലറിന്റെ ബേസ്മെന്റ് അല്ലേ? പില്ലർക്ക് നീച്ച വല്ല इंटरलॉकिंग सिस्टम म्यूजियम बना रहा മഞ്ഞ കുറ്റികൾ കാണുന്നുണ്ട്. ആ മഞ്ഞ അതിന്റെ ഒറിജിനൽ കളറാണെന്ന് പറയുന്നത്. ലൈം സ്റ്റോൺ ആണ് സംഭവം. ഇത് എന്റെ പർപ്പസ് എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. ചിലർ പറയുന്നത് ഇത് സൺഡേയിലാണ്, സമയം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ചിലർ പറയുന്നത് അതിന്റെ ആടുമാടുകളെ കെട്ടാനുള്ള കുറ്റിയാണ്. ആളുകളെ കെട്ടുള്ള കുറ്റിയാണെന്ന് മനസ്സിലാക്കാനായിട്ടില്ല. ഈ മഞ്ഞക്കുറ്റി ആവിർഭാവം ഇവിടെ നിന്നാണ്, ഹരപ്പൻ സൈറ്റിൽ നിന്നാണ്. സിസ്റ്റമാണതൊരു. നല്ല മഴയും ഒക്കെ ഉള്ളപ്പോൾ വെള്ളം നിറയുമ്പോൾ ആ വെള്ളം ഒഴുകി റിസർവോയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റമാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. വെള്ളമില്ലാത്ത സമയത്ത് ഇത് ഒരു നടപ്പാതയായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അവിടെ സീ റൂട്ടാണ്. മലയിൽ നിന്നാണ് ഇവിടുത്തെ ഈ ലൈം സ്റ്റോൺ കൊണ്ടുവന്നിരിക്കുന്നത്. പണ്ട് അതിന് ശേഷം സബ്സിഡായിരുന്നു. അപ്പൊ എല്ലാം കയറ്റുമതി വലിയൊരു ഏരിയ ആണ്. ഇവിടെല്ലാം കെട്ടിടങ്ങളായിരുന്നാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. മേളോട്ടൊന്നുമില്ല, അതിൻ്റെ ഫൗണ്ടേഷൻ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. ഉള്ള പാടുകൾ കാണുന്നുണ്ട്. ഇത് മാന്തലൊന്നുമല്ല, അന്നത്തെ ആൾക്കാർ ആയുധങ്ങൾ മൂർച്ച കൂട്ടിയപ്പോൾ ഉണ്ടായ പാടുകളാണെന്നാണ് ഗൈഡ് പറയുന്നത്. എത്രത്തോളം അവസ്ഥയുണ്ടെന്ന് നമുക്കറിയത്തില്ല. എല്ലാം വെള്ളം ശേഖരിക്കാനുള്ള ടാങ്കുകളാണ്. ഓക്കെ, ഇവിടെ കുളിക്കാനുള്ള സ്ഥലമെന്നാണ് പറയുന്നത്. നടുക്കുള്ള സ്ഥലത്തുനിന്ന് വെള്ളം ഒഴുകി അവിടെ വെള്ളം ശേഖരിച്ചിട്ട് അത് ഒഴുകി ഇവിടെ വരുമെന്നാണ് പറയുന്നത്. അവിടെ ഒരു കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കല്ലിൽ കുളിക്കാമെന്നാണ് പറയുന്നത്. അത് കഥ ഉണ്ടാക്കിയെടുത്താണെന്ന് അറിയത്തില്ല. പിന്നെ എന്തായാലും അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ബാത്ത് പോലൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് അത്. പിന്നെ ഇത് ഡ്രെയിനേജ്, പിന്നെ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ജലസേന പദ്ധതികൾ, അസാധ്യമായ ജലസേന പദ്ധതികളാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അതിലേക്കൂടെ ആ ഭാഗത്തു നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. 55 അടി താഴ്ചയുണ്ടെന്നാണ് പറയുന്നത് കിണറിന്. വാട്ടർ സപ്ലൈ സ്കീമാണ് അത്രയ്ക്ക് മാത്രം ഇമ്പോർട്ടൻസ് കുടിവെള്ളത്തിന് ഒരു കൊടുത്തുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഈ 60 ഡിഗ്രി വ്യൂ ഇവിടെ നോക്കിയാൽ കിട്ടും നമുക്ക്. ഹരപ്പൻ സിറ്റാഡൽ. കുഴികൾ വെള്ളം ശേഖരിക്കാനുള്ള കുഴികളല്ല, ഇതെല്ലാം ധാന്യപ്പുരകളെന്നാണ് പറയുന്നത്. ഗ്രാനറീസ് ആണ്. അത് ഭൂമിക്കടിയിലായി പോയെന്നേ ഉള്ളൂ. പക്ഷെ അന്ന് പിന്നെ ഇത് ഭൂമിക്ക് മേളിലായിരുന്നാണ്. പിന്നെ കാലാന്തര പഴക്കത്തിൽ ഇത് ഇങ്ങനെ താഴെയായിട്ട് തോന്നുന്നതായിരിക്കും. ഇത് കൊണ്ട് അതായത് പെപ്സി ഗോഡൗണിൽ
അന്ന് കൂട്ടി സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ അറകൾ ഓരോന്നും. റിസർവേഴ്സാണ് ഈ കാണുന്നതൊക്കെ, ജലസംഭരണികളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഹാരപ്പൻ സൈറ്റ് സിറ്റാഡൽ മൊത്തം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ കണ്ട കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് കൂടുതലും ഈ വെള്ളം സംഭരിക്കുന്നതിനുള്ള കാര്യങ്ങളാണ്, ജലസേന പദ്ധതികളാണ് കൂടുതലും നമ്മൾ കണ്ടത്. അവിടെ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഇവർ വെള്ളത്തിന് കൊടുത്തിരുന്നുള്ളതാണ്. കൃഷിക്കായാലും നമ്മുടെ കുടിവെള്ള ആവശ്യത്തിനായാലും ഒക്കെ ജലം ഏറ്റവും അത്യാവശ്യം എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് ജനത്തിന് പോലും അത് വ്യക്തമായി അറിയാമായിരുന്നു. ഇതെല്ലാം റിസർവേഴ്സാണ്. എൽ ഷേപ്പിൽ 16 റിസർവേഴ്സ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം ഞങ്ങളുടെ ഹാരപ്പൻ സൈറ്റിൻ്റെ സന്ദർശനം പൂർത്തിയായിരിക്കുകയാണ്. ഇങ്ങനെ മണ്ണിങ്ങനെ ചരിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, കല്ലും പാറയൊക്കെ കേട്ടോ, അതിനൊക്കെ നീക്കം ചെയ്തിട്ട് ഈ മതിലിൻ്റെ രൂപത്തിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ മതിലുണ്ടായിരുന്നു, അത് ഈ മണ്ണൊക്കെ അടിഞ്ഞ് അത് കാണാതെ കിടക്കുകയായിരുന്നു. എന്നാൽ എക്സ്കവേഷൻ നടത്തിയിട്ട് ASI എക്സ്കവേറ്റ് ചെയ്തെടുത്തപ്പോഴാണ് ഈ രൂപത്തിലത് ആയത്. കാരണം ഇവിടെ എല്ലാം ഈ രൂപത്തിൽ കിടന്നതാണ്. ഇത് പാറയും മണ്ണുമൊക്കെ മാറ്റി എടുത്തപ്പോഴാണ് ഇങ്ങനെ ആയത്.